ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സാന്ദ്ര തോമസ് നിർമ്മിച്ച് ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവരെ നായകനും നായികയുമാക്കി എബി ട്രീസാപ്പോൾ, ആൻഡോ ജോസ് പെരേര എന്നീ രണ്ട് സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കി ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. കറുത്ത ബട്ടണാണ്. ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ലിറ്റിൽ ഹാർട്ട് മൂവിയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. ഈ സിനിമ സാന്ദ്ര തോമസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സാന്ദ്ര തോമസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. എബി ട്രീസാപ്പോൾ, ആൻഡോ ജോസ് പെരേര എന്നീ രണ്ട് സംവിധായകർ ചേർന്നിട്ടാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെ ആണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഇവരോടൊപ്പം രാജേഷ് പിന്നാട് എന്ന് പറഞ്ഞിട്ടൊരു തിരക്കഥാകൃത്തും കൂടിയുണ്ട്. ഇവരുടെ കൂട്ടായ്മ നല്ലൊരു തിരക്കഥ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ വിജയത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ മൂവി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന പ്രണയം ഇവരുമായിട്ട് അടുപ്പമുള്ള ബന്ധത്തിലുള്ള കണക്ട് ചെയ്ത് നിൽക്കുന്ന കുടുംബങ്ങളിലൂടെ അവരുടെ വീടുകളുമായിട്ടുള്ള ആ വീടുകളിലെ ഈ വീട്ടിലെ വ്യക്തി ആ വീട്ടിലെ വ്യക്തിയുമായിട്ടുണ്ടാവുന്ന പ്രണയം, അല്ലെങ്കിൽ ഈ വീട്ടിലെ വ്യക്തിയുടെ മകനും ആ വീട്ടിലെ വ്യക്തിയുടെ മകളും തമ്മിൽ ഉണ്ടാകുന്ന പ്രണയം, അതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. കഥ ഞാൻ മുഴുവനായിട്ട് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. അതായത് ബാബുരാജിൻ്റെ മകനായിട്ടാണ് ഷെയ്ൻ നിഗം അഭിനയിക്കുന്നത്. ബാബുരാജിൻ്റെ ഫ്രണ്ടാണ് രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കരുടെ മകളാണ് ഈ പറയുന്ന മഹിമ നമ്പ്യാർ. അവർ തമ്മിൽ, അതായത് ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരുമായിട്ടാണ് ഒരു പ്രണയം. മറ്റൊരു പ്രണയം എന്ന് പറയുന്നത് മഹിമ നമ്പ്യാരുടെ മറ്റൊരു പ്രണയം ഷെയ്ൻ നിഗത്തിൻ്റെ അപ്പനായ, ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള കോമഡി എൻ്റർടൈനർ, ഫാമിലി എൻ്റർടൈനറാണ് മൂവി. ഹാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷെയ്ൻ്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത് ബാബുരാജാണ്. ബാബുരാജിനൊരു പ്രണയമുണ്ട്. ബാബുരാജിൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു സ്ത്രീയുമായിട്ടുള്ള പ്രണയമാണ്. നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ളൊരു സ്ത്രീയാണ്, പ്രണയമാണ്. പിന്നെ മൂന്നാമത്തെ പ്രണയം എന്ന് പറയുന്നത് ഈ ഷെയ്ൻ നിഗത്തിൻ്റെ കാമുകിയായ മഹിമ നമ്പ്യാരുടെ ബ്രദർ, അത് ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു പ്രണയമാണ്. ഇത് സ്വവർഗ അനുരാഗമാണ്. ഈ സ്വവർഗ അനുരാഗിയാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിൻ്റെ കാമുകൻ എന്ന് പറയുന്ന ഒരു ഫോർജിനറാണ് അയാൾ. ഷൈൻ ടോം ചാക്കോ ഓൾറെഡി വിദേശത്താണ്. വിദേശത്ത് നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഈ സ്വവർഗ അനുരാഗിയായ അദ്ദേഹത്തിൻ്റെ കാമുകനായ ഫോർജിനറും ഉണ്ട്. അവർ അദ്ദേഹം വരുന്നു. തുടർന്നുണ്ടാകുന്ന ആ സംഭവവികാസങ്ങൾ ഈ സിനിമയിലെ ഒരു പ്രസക്ത ഭാവമാണ്. അപ്പോൾ ഈ മൂന്ന് പ്രണയങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അതായത് പതിവ് പ്രണയ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സരളമെങ്കിലും ഏറെ കാലിക പ്രാധാന്യമുള്ള ഗൗരവമേറിയ വിഷയം സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ചേർന്ന്, ഈ സിനിമയുടെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ചേർന്ന് ചർച്ച ചെയ്യുകയാണ്. അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് മധ്യവയസ്കരുടെ പ്രണയത്തിനെപ്പോഴും ഗൗരവമുണ്ടല്ലോ. അപ്പോൾ ഈ യുവാക്കളുടെ പ്രണയമാണ് ഷെയ്ൻ നിഗത്തിൻ്റെ. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെയും മഹിമ നമ്പ്യാരുടെയും. മധ്യവയസ്കരുടെ പ്രണയമാണ് ബാബുരാജിൻ്റെയും രമ്യ സുബിയുടെയും. അതുപോലെ തന്നെ മറ്റൊരു പ്രണയം സ്വവർഗ അനുരാഗികളുടെ പ്രണയമാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെയും മറ്റേ ഫോർജിനൽ ബോയുടെയും പ്രണയം. അപ്പോൾ അത് മൂന്ന് വ്യത്യസ്തമായ പ്രണയങ്ങളാണ്. വ്യത്യസ്തമെങ്കിലും സരളമെങ്കിലും വ്യത്യസ്തവും ഗൗരവമേറിയതുമായ പ്രണയങ്ങളാണ്. ഒരു സ്വർഗാനുരാഗി
നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അതൊരിക്കലും അത് പ്രകൃതി വിരുദ്ധമാണോ, അപ്പോൾ അത് മാനസിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുള്ളവർക്കുണ്ടാവും, മാതാപിതാക്കൾക്ക് എക്സ്പെഷ്യലി. അപ്പോൾ ആ പിരിമുറുക്കമൊക്കെ നന്നായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പാളിപ്പോയിട്ടില്ല, അത് അമിതമായിട്ടുമില്ല, കുറഞ്ഞു പോയിട്ടുള്ളത് കൈകാര്യം ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അളവിലാണ്. കാരണം 3 പ്രണയങ്ങൾ ഈ സിനിമയിലൂടെ പറയണമല്ലോ, അപ്പോൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ നടീനടന്മാർ, ഈ സിനിമയിലെ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന നടീനടന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ ഈ സിനിമയുടെ ലിറ്റിൽ ഹാർട്ട് മൂവിയുടെ അണിയറ പ്രവർത്തകർ ഏറെ പ്രശംസ അർഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്ന നടീനടന്മാർ കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്ന രീതിയും വളരെ മികച്ചതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബാബുരാജ്, ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ, ബാബുരാജ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി, മാലാ പാർവതി, തോമസ് ജോസഫ് പട്ടത്താനം, ഇങ്ങനെ ഉള്ള ആർട്ടിസ്റ്റ്, നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഇവരൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്തത് എടുത്തു പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗം ആദ്യമായിട്ട് കോമഡി ചെയ്തിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്നു, അബിയുടെ മകനാണ് ഷെയ്ൻ നിഗം. അബി കേരളക്കരയെ ഒരു കാലത്ത് ചിരിപ്പിച്ച് മറിച്ചിട്ടുള്ള നടനായിരുന്നു, മിമിക്രി കലാകാരൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്നു, പ്രൊഫഷണൽ കലാകാരനായിരുന്നു, അപ്പം സിനിമാ നടനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നടൻ്റെ മകനാണ് ഷെയ്ൻ നിഗം. അദ്ദേഹത്തിന് അതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ കോമഡി, അതായത് നാട്ടിൻപുറത്തുകാരനായ കട്ടപ്പനക്കാരനെ വളരെ നന്നായിട്ട് തന്മയത്വത്തോടുകൂടി ഈസിയായിട്ട് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നായിക എന്ന രീതിയിൽ അവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുരാജ് നമുക്കറിയാം, ബാബുരാജ് കോമഡി ചെയ്യുന്നത് ഏതുതരം കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കും. കോമഡി അദ്ദേഹം ഇപ്പോൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാബുരാജ് കോമഡി ചെയ്യും എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നത് ആഷിഖ് കപൂറാണ്. ബാബുരാജ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് രഞ്ജി പണിക്കരാണ്. രഞ്ജി പണിക്കറിൻ്റെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ചൈനാണ്, അത് കറക്റ്റായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കഥാപാത്രത്തെ അങ്ങനെ തന്നെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നരേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പ്രശംസ അറിയിക്കുന്നു, രഞ്ജി പണിക്കർ. പിന്നെ ജാഫർ ഇടുക്കി വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ സിനിമകളിലും കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റാണ്, മിമിക്രിയിൽ നിന്ന് വന്ന കലാകാരനാണ്. എന്നിരുന്നാലും അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രീതി വളരെ സീരിയസ് ആയിട്ട് കഥാപാത്രത്തെ സമീപിക്കുന്ന നടനാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയിട്ടുണ്ട്, അദ്ദേഹം പ്രശംസ അറിയിക്കുന്നു. പിന്നെ രമ്യ സുബിയാണ്. ഈ രമ്യ സുബി എന്ന് പറയുന്ന നടി അധിക നാളായിട്ടുള്ള മലയാള സിനിമയിൽ വന്നിട്ട്, പക്ഷേ അവരുടെ കഥാപാത്രത്തെ കട്ടപ്പനയിൽ ഒരു ഹൈ റേഞ്ച് ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയും, പെൺകുട്ടിയല്ല ഒരു സ്ത്രീയാണ്, ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ നിഷ്കളങ്കതയും ആ ഒരു സൗകുമാര്യതയും ഒക്കെ അതിലുള്ള അവരുടെ പ്രണയം അത് അവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവരും പ്രശംസ അറിയിക്കുന്നു. രസകരമായിട്ട് സിനിമ പോകുന്നുണ്ട്. പിന്നെ മാലാ പാർവതി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രത്തെ അവരവതരിപ്പിച്ച കഥാപാത്രമൊക്കെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ നായികയുടെ അമ്മയായിട്ടാണ്, ഷൈൻ ടോം ചാക്കോയുടെ അമ്മയായിട്ടാണ്, സ്വവർഗ അനുരാഗിയുടെ അമ്മയാണ്. അപ്പോൾ ഒരു സ്വവർഗ അനുരാഗിയായ മകനുണ്ടായാലും ഒരു അമ്മ അനുഭവിക്കുന്ന പെയിൻ അവർ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പിന്നെ എനിക്ക് തോന്നിയത് തോമസ് ജോസഫ് പട്ടത്താനം, അദ്ദേഹം വളരെ നന്നായിട്ട്, അതായത് ഇതിനകത്തൊരു ഈ ലിറ്റിൽ ഹാർട്ട് മൂവിയിൽ ഒരു പള്ളിയിലച്ചനുണ്ട്, ഈ പള്ളിയിലച്ചനെ അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണ് തോമസ് ജോസഫ് പട്ടത്താനം. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തോമസ് ജോസഫ് പട്ടത്താനത്തെ കണ്ടപ്പോൾ എനിക്ക് ഇന്നസെൻ്റ് ആയിരുന്നു ഓർമ്മ വന്നു. ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ നടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് തോമസ് ജോസഫ് പട്ടത്താനം അവതരിപ്പിക്കുമ്പോൾ എനിക്കുണ്ടായി. അത് സന്തോഷം, അദ്ദേഹവും അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടപ്പോൾ ഞാൻ കുറച്ച് മലയാള സിനിമയുടെ കുറച്ച് പുറകിലേക്ക് പോയി. കാരണം ഈ പറയുന്ന ഇന്നസെൻ്റ്, നെടുമുടി വേണു, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, ഇങ്ങനെ കുറച്ച് ക്യാരക്ടർ റോളും കോമഡി റോളും ചെയ്യുന്ന ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ആ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറവ് വലിയൊരു കുറവാണ്. ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നന്നായി നൽകുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും തോമസ് ജോസഫ് പട്ടത്താനത്തിനും അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ വരുന്ന ഈ സിനിമയുടെ ടെക്നീഷ്യൻസാണ്. ക്യാമറ വളരെ നന്നായിട്ട്, ലൊക്കേഷൻ ഹൈ റേഞ്ചിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റൂറൽ ലൊക്കേഷനാണ്.
റൂറൽ ഏരിയ ആണ്. ഒരു അർബൻ കൾച്ചറിൽ പറയുന്നു, റൂറൽ കൾച്ചറിൽ പറയുന്നു, രണ്ടും ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഇത് അർബൻ കൾച്ചറല്ല, റൂറൽ കൾച്ചറാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമീണതയുടെ ഭംഗി, അല്ലെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ ഭംഗി, ഏലത്തോട്ടം, ചോലകൾ, കാട്ടുചോലകൾ, കാട്ടുപൊണ്ടകൾ, അങ്ങനെ വരുന്ന ഒരു പ്രകൃതി ഭംഗിയുണ്ട്. ആ പ്രകൃതി ഭംഗി ഈ സിനിമയുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ലൂക്ക് ജോസ് എന്നാണ്. ലൂക്ക് ജോസ് നന്നായിട്ട് അദ്ദേഹം ക്യാമറമാൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഹൈ റേഞ്ചിൻ്റെ ഭംഗി പകർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്ററാണ് നൗഫൽ അബ്ദുള്ളയാണ് എഡിറ്റർ. അദ്ദേഹം നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഷോട്ടുകൾ കമ്പോസ് ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ഒരു വശത്ത് നന്നായിട്ട് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആർട്ട് അരുൺ ജോസാണ്. അരുൺ ജോസിൻ്റെ ആർട്ടും വളരെ നന്നായിട്ടുണ്ട്. കട്ടപ്പനയുടെ ആ തനിമ ഒട്ടും ചോർന്നു പോകാതെ അവിടെയുള്ള ആളുകളുടെ വീടും ആ പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മേക്കപ്പാണ്. ആ കട്ടപ്പനയിലെ ഈ സാധാരണക്കാരായ ആളുകളുടെ വേഷവിധാനങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ ഷൈൻ നിക്കത്തിൻ്റെ ഹെയർ സ്റ്റൈൽ തന്നെയാണെങ്കിലും വളരെ രസകരമായിട്ട് തനി ഒരു കട്ടപ്പനക്കാരൻ അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ചുകാരനായിട്ട് ഫീൽ ചെയ്യും. ആ ഹെയർ സ്റ്റൈലും അങ്ങനെയുള്ള, പിന്നെ കോസ്റ്റ്യൂമറും മികച്ച രീതിയിൽ കൃത്യമായിട്ടുള്ള കോസ്റ്റ്യൂമാണ്. ഒരു സ്ഥലത്തും പാളിപ്പോയിട്ടുള്ളത് ഒന്നും മുഴച്ചു നിൽക്കുന്നില്ല, എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ തിരക്കഥയുടെ ബലം, എല്ലാം കൊണ്ടും സിനിമ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നു. സിനിമ ഒരു വൻ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വിജയമാകും. ആ രീതിയിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. സിനിമ മേക്ക് ചെയ്ത് അണിയിച്ചൊരുക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പോൾ എല്ലാവരും സാധാരണക്കാരായ പ്രേക്ഷകർ സിനിമ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ലിറ്റിൽ ഹാർട്ട് നെഞ്ചിലേറ്റി കഴിഞ്ഞു. എല്ലാവരും തിയേറ്ററുകളിൽ പോയി സിനിമ കാണണം. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം വ്യത്യസ്തമായ പശ്ചാത്തലത്തിലുള്ള പ്രണയം, ഈ സിനിമയിലെ പ്രണയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആരോടും പറയാനാകാതെ ഉള്ളിൽ അടക്കി പിടിച്ച് ഒതുക്കി രഹസ്യമാക്കി വെച്ചിട്ട് നീറിപ്പുകയുന്ന പ്രണയം. അതാണ് ഈ സിനിമയിലെ പ്രണയങ്ങൾ. ഈ പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ സീക്രട്ടാണ്. അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി അവർ മറ്റുള്ളവരെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ അടക്കി വെച്ചിട്ട് ഉള്ളിൽ നീറിപ്പുകയുന്ന പ്രണയ നൊമ്പരം ആണ് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ നൊമ്പരങ്ങളാണ് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, സിനിമ ആസ്വദിക്കുക. ലിറ്റിൽ ഹാർട്ട് നല്ലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ മുതലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.